GCM Campus Jingles. ഗുഡ് ആഫ്റ്റർനൂൺ GCM. അപ്പം വീണ്ടും ഒരു വെള്ളിയാഴ്ച എത്തിയിരിക്കുകയാണ്. അപ്പോൾ പഠിച്ച് ക്ഷീണിച്ച് നിങ്ങൾക്കിപ്പോൾ ഫുഡ് ടൈമിൽ പോയിട്ടുണ്ടാവും. ദിസ് ഈസ് അവർ ലഞ്ച് ടൈം ആൻഡ് നിങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ടൈമിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടാവും. ദിസ് ഈസ് ക്യാമ്പസ് ഷിങ്കേഴ്സ് 2023 where happiness shinkers friendship makers powered by Department of English. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഏതാണ് ഈ പുതിയ രണ്ട് വ്യക്തികൾ എന്നല്ലേ? നിങ്ങൾ ഇത്രയും നാളും കേട്ടുകൊണ്ടിരുന്ന സൗണ്ട് അല്ല ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് മീ RJ സമി ആൻഡ് എന്റെ കൂടെ എന്നുള്ളത് RJ പൊന്നു. അപ്പം സമി, ഈ വരുന്ന November 14 ചൊവ്വാഴ്ച ശിശുദിനമല്ലേ? അപ്പോൾ ശിശുദിനം എന്ന് പറയുമ്പോൾ തന്നെ പല പല മെമ്മറീസ് എൻ്റെ മനസ്സിൽ തന്നെ ഓടി എത്തുന്നുണ്ട്. അതുപോലെ സമിക്കും പല പല മെമ്മറീസ് കാണുമല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു മെമ്മറി നിനക്ക് പെക്യുലറായിട്ട് ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു മെമ്മറി നീ പറയാവോ ഞങ്ങളുടെ അടുത്ത്? എന്റെ വീടിന്റെ അടുത്ത് ഒരു അംഗനവാടി ഉണ്ട്. അവിടെ ഈ പറഞ്ഞല്ലേ ശിശുദിനത്തിന് പിള്ളേരൊക്കെ വെള്ളം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു റാലി പോലെ പോകും. അതുപോലെ എല്ലാവർക്കും മിഠായി കൊടുക്കുകയും ഒക്കെ ഉണ്ട്. പിന്നെ ശിശുദിനം എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം സ്കൂളിൽ കളർ ഡ്രസ്സാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ പോയിട്ട് ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. അതാണ് എന്റെ മനസ്സിലെ ഒരു ശിശുദിനം എന്ന് പറയുന്നത്. അടിപൊളി. എൻ്റെ മെമ്മറീസ് ഇതൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ശിശുദിനത്തിനെ പറ്റി വീണ്ടും നമുക്ക് ആ ടോപ്പിക്കിലോട്ട് വരാം. അതിനു മുമ്പ് നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ പാട്ട് വിജയ് സൂപ്പറും പൗർണമിയിലെ ഏതോ മഴയിൽ എന്ന പാട്ടാണ്. അപ്പോൾ നമുക്കത് കേൾക്കാം. പൊന്നു, എന്തുകൊണ്ടാണ് നമ്മൾ ഈ November 14 തന്നെ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്?
ഓ, അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ ആണ് നവംബർ 14. അപ്പോൾ ഈ നവംബർ 14 തന്നെ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ തന്നെ ചിൽഡ്രൻസ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. ഞാൻ നിനക്കറിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ഓ, ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്തതായിട്ട് ഒരു ബുക്ക് റിവ്യൂ കേൾക്കാം. നമ്മുടെ ബെന്യാമിൻ എഴുതിയ, ഈ അടുത്ത് നമ്മുടെ പൃഥ്വിരാജൊക്കെ അഭിനയിച്ച് റിലീസാവാൻ നിൽക്കുന്ന ആടുജീവിതം എന്ന് പറഞ്ഞ ബുക്കിന്റെ റിവ്യൂ ആണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരനാണല്ലോ ബെന്യാമിൻ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ് ആടുജീവിതം. വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ഒരു ആട് വളർത്തൽ കേന്ദ്രത്തിലെ ദാരുണ സാഹചര്യങ്ങളിൽ 3ലേറെ വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാളി യുവാവിൻ്റെ കഥയാണ് ഈ കൃതി. ഇതൊരു കെട്ടുകഥയല്ല, ആർക്കും സംഭവിക്കാവുന്ന ഒരു ജീവിത കഥ തന്നെയാണെന്ന് ഒരു ഓർമ്മിപ്പിക്കലാണിത്. നാട്ടിൽ മണൽ വാരി ജീവിക്കുന്ന സാധാരണ ഒരു യുവാവ് ഗർഭിണിയായ ഭാര്യയുമായി ജീവിക്കുന്ന അവസരത്തിൽ മുന്നോട്ട് ജീവിതത്തിന് പ്രതീക്ഷയെ കൊണ്ടുവരുന്ന ഒരു ഗൾഫ് ഓഫറിലേക്ക് ഒന്നും ആലോചിക്കാതെ മുന്നോട്ട് പുറപ്പെടുന്നു. എന്നാൽ റിയാദിൽ അദ്ദേഹത്തെ കാത്തിരുന്ന ഒരു അർബാബ് അദ്ദേഹത്തെ കൊണ്ടുപോയത് ചുട്ടുപൊള്ളുന്ന മണലാരത്തിൽ ആടുങ്ങൾക്കൊപ്പം ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലേക്കായിരുന്നു. നാട്ടിലേക്കുള്ള ഒരു ബന്ധവുമില്ലാതെ ദിവസമോ സമയമോ അറിയാതെ ഒരു ഒറ്റപ്പെട്ട ജീവിതത്തിൽ ആടുങ്ങളുടെ പുനർജീവിതത്തിൽ 3 വർഷം അടിമപ്പണി ചെയ്ത് ജീവിച്ച നജീബ് എന്ന വ്യക്തിയുടെ തുറന്ന പുസ്തകം തന്നെയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതു നോക്കിക്കൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് അറബികളുടെ ക്രൂരമർദ്ദനത്തിൽ ജീവിക്കുന്ന നജീബിൻ്റെ ജീവിതം വായിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയം മണലാരണ്യത്തിൻ്റെ ചൂട് പോലെ പൊള്ളുമെന്ന് നിസ്സംശയം പറയാം. കഠിന പരീക്ഷണങ്ങളുടെ യാതന പാർവത്തിനു ശേഷം നജീബ് ഇന്ത്യൻ എംബസിയിലൂടെ മോചനം പ്രാപിക്കുന്നതോടെ നോവൽ അവസാനിക്കുന്നു. നന്ദി. അപ്പോൾ അടുത്തത് ഗോൾഡൻ 90s എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ അതിനായി നമ്മളോട് പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റാഫായ അജ്മോൻ സാറാണ്. അജ്മോൻ സാർ ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് ഈയിടെ ദിലീപും തമ്മനെ അഭിനയിച്ച സിനിമയിലെ രക്ക രക്ക എന്ന് പറയുന്ന സോങ് ആണ്. അപ്പം നമുക്കത് കേൾക്കാം.
ഇനി ഈ ആഴ്ചയിലെ നമ്മുടെ കോളേജിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. 2023 നവംബർ 1 മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ കേരളപ്പിറവി ദിനാഘോഷം നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ മല്ലാൽ സർ ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. 2023 നവംബർ 2 നവാഗതരായ വിദ്യാർത്ഥികൾക്കായി ഫ്രഷേഴ്സ് ഡേ പാർട്ടി ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടത്തി. 3/2/2023 നമ്മുടെ കോളേജിലെ മ്യൂസിക് ക്ലബിന്റെയും മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെയും ആഭിമുഖ്യത്തിൽ വയലാർ അനുസ്മരണ ദിന പരിപാടി നടത്തി. പ്രിൻസിപ്പൽ ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ കുട്ടികൾക്കൊപ്പം അധ്യാപകരും പരിപാടികൾ അവതരിപ്പിച്ചു. നവംബർ 6, 2023 ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് മെറിറ്റ് ഡേ സെലിബ്രേഷൻ നടത്തി. പരിപാടി മുൻ MLA MJ ജേക്കബ് സർ ഉദ്ഘാടനം ചെയ്യുകയും മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കിയ പവിത്ര സി നായരെയും അമീനെയും മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. അന്നേ ദിവസം നമ്മുടെ കോളേജിലെ NCC യൂണിറ്റ് ഫെലിസിറ്റേഷൻ സെറമോണിയും സംഘടിപ്പിച്ചു. 2023 നവംബർ 8 കോളേജ് യൂണിയൻ ഇനാഗ്രേഷൻ കലോപ്സിയ 2023-24 നടത്തി. ബിഗ് ബോസ് താരമായ വിഷ്ണു ജോഷി ഉദ്ഘാടനം നിർവഹിച്ചു. നവംബർ 9 നമ്മുടെ കോളേജിലെ NSS യൂണിയൻ ജൈവ പച്ചക്കറി കൃഷിത്തോട്ട നിർമ്മാണം എന്ന ലക്ഷ്യത്തോടെ കതിർ എന്ന പരിപാടി സംഘടിപ്പിച്ചു. നന്ദി. ഹലോ ട്രിം ട്രിം മ്യൂസിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? ഇത് അഭിജിത്ത് TM ആണ്. ഏതാണ് ഡിപ്പാർട്ട്മെന്റ് പറയും? എക്കണോമെട്രിക്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യാമ്പസ് ജിംഗിൾസ് ഒക്കെ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ചിൽഡ്രൻസ് ഡേനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്താണ് ഒരു ചിൽഡ്രൻസ് ഡേനെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ എന്താണ്? ചിൽഡ്രൻസ് ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്, ഞാൻ പണ്ട് അംഗൻവാടി സ്കൂളിൽ പഠിക്കുമ്പോൾ ഉരുണ്ട് വീണ് തല പൊട്ടി ചോരയൊക്കെ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ഒരു 6 ഇട്ട്, അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അന്ന് എന്നെ തള്ള പിടിച്ച എൻ്റെ കൂട്ടുകാരിനെ ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം, ആളുടെ മൈൻഡ് ചെയ്തില്ല. അതാണ് ഓർമ്മ. അത് വളരെ നല്ലൊരു ഓർമ്മയാണ്. പിന്നെ ഏത് പാട്ടാണ് വേണ്ടത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ക്ലാസ്സിലെ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ. എനിക്ക് റീസെന്റ് അറിയാൻ ലിയോ സിനിമയിലെ ഓർഡിനറി പേഴ്സൺ വേണം. ഓക്കെ, അപ്പോൾ ട്രിം ട്രിം മ്യൂസിക്കിലേക്ക് വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു. നേരം സംസാരിച്ചത് PG എക്കണോമെട്രിക്സിലെ അഭിചേട്ടനാണ്. അപ്പോൾ അഭിചേട്ടനും അഭിചേട്ടൻ്റെ ക്ലാസ്സിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ലിയോ സിനിമയിലെ പാട്ടാണ് അടുത്തതായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്.
പ്രധാന വാർത്തകൾ. ഗാസ സിറ്റിയിൽ തെരുവ് യുദ്ധം. ജെറുസലേം. പലസ്തീൻകാരുടെ കൂട്ടപലായനം തുടരവെ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ഹമാസ് തെരുവ് യുദ്ധം. രോഗികൾക്ക് പുറമെ ആയിരങ്ങൾ അഭയം തേടിയ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയുടെ പരിസരത്തേക്ക് ഇസ്രായേൽ സൈനികം അടുത്തെന്നാണ് റിപ്പോർട്ട്. അൽഷിഫയിൽ ഹമാസ് കമാൻഡ് സെന്റർ പ്രവർത്തിക്കുമെന്നാണ് ഇസ്രായേൽ ആരോപണം. കലാഭവൻ ഹനീഫ് അന്തരിച്ചു. കൊച്ചി. സ്ക്രീനിലെ ചെറുവേഷങ്ങളോടെ പ്രേക്ഷകനെ പൊട്ടിച്ചിരിപ്പിച്ച നടൻ കലാഭ് ഹനീഫ് അന്തരിച്ചു. ഖബറടക്കം ഇന്ന് 11-ന് കൊച്ചങ്ങാടി ചെമ്പിട്ടപ്പള്ളി ഖബർസ്ഥാനിൽ. സ്പോർട്സ് ന്യൂസ്. കിവീസിന് സെമി ദൂരം. ന്യൂസിലൻഡിന് 5 വിക്കറ്റ് വിജയം. സെമി ഫൈനലിന് തൊട്ടരികെ. ബംഗളൂരു. നിലനിൽപ്പിന്റെ പോരാട്ടത്തിൽ ന്യൂസിലൻഡിന് അടിതെറ്റിയില്ല. ഏകദിന ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ശ്രീലങ്കയെ 5 വിക്കറ്റിന് തോൽപ്പിച്ച ന്യൂസിലൻഡ് സെമി ഫൈനൽ യോഗ്യതയെ ഏറെക്കുറെ ഉറപ്പാക്കി. ജയത്തോടെ 9 മത്സരങ്ങളിൽ നിന്ന് ന്യൂസിലൻഡിന് 10 പോയിന്റായി. ഇനി ഇന്നത്തെ ചിന്താവിഷയം. കരുത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനം നാം പുലർത്തുന്ന ശാന്തചിത്തതയാണ്. സ്വാമി വിവേകാനന്ദൻ. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു 4:30 കഴിയുമ്പോൾ തൊട്ടേ എന്തൊരു മഴയാണല്ലേ. മഴ മാത്രമല്ല, നല്ല ഇടിവെട്ടും മിന്നലൊക്കെ ഉണ്ട്. എത്ര പെട്ടെന്നാണ് ഇരുട്ടാവുന്നതല്ലേ. അപ്പോൾ ഈ മഴയത്തെ ഏറ്റവും രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ നനയുന്നതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുടയൊന്നും കൊണ്ടുപോകാണ്ട് കൂട്ടുകാരുടെ കൂടെ മഴയൊക്കെ നനഞ്ഞ് വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് നനഞ്ഞിട്ട് വീട്ടിൽ കയറി പോകുന്നത്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഇത്തരം ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇത്തവണത്തെ ശിശുദിനവും ഇങ്ങനെയുള്ള ഓർമ്മകൾ ഉണർത്തുന്നതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്യാമ്പസ് ജിംഗിൾസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദിസ് ഇസ് RJ Sami and RJ Ponnu signing off from Campus Jingles 2023. GCM Campus Jingles.